എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംജു. കേരളത്തിലെ പത്രമാധ്യമങ്ങൾ അടിക്കടി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷയെ സംബന്ധിച്ച്. ജീവിക്കാൻ കേരളം സുരക്ഷിതമാണോ എന്ന വിഷയത്തിന്മേലുള്ള ചർച്ച ഒരുപക്ഷെ ഇതിനകം നിങ്ങളെല്ലാവരും പലതവണ കേട്ടിട്ടുണ്ടാകും. ഇതിവിടെ പറയാനുള്ള പ്രത്യേകമായ ഒരു കാരണം, കേരളത്തിലെ 24 ചാനൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അതിലെ അവതാരക അമേരിക്കൻ ഡയലോഗ് ഫ്രം USA എന്ന പേരിലൊരു ചർച്ച, അതും അമേരിക്കയിൽ കുടിയേറിയിട്ടുള്ള ആളുകളുമായി സംഘടിപ്പിക്കുന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്ത പ്രീത എന്ന സ്ത്രീ കേരളത്തിലെ സുരക്ഷയെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരുപക്ഷെ നിങ്ങൾ അത് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അവർക്ക് കേരളത്തിലേക്ക് വരാനും കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്യാനും പേടിയാണ്. കേരളത്തിലേക്ക് വരുന്നത് അവർക്ക് ഭയമാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ ഓർക്കുമ്പോൾ പ്രത്യേകമായി അവർക്ക് കേരളത്തിലേക്ക് വരാൻ പേടിയാണ് എന്നൊരു അഭിപ്രായം അവർ മുന്നോട്ട് വെച്ചു. എന്നാൽ അതിന് തക്കതായൊരു മറുപടി, അതിന് വേണ്ട മറുപടി അപ്പോൾ തന്നെ ആ അവതാരക കൊടുക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കും വളരെ വളരെ ഇഷ്ടമാണ് നാട്ടിൽ പോകാൻ. വി ഹാവ് എ റിയലി ഗുഡ് ടൈം. പക്ഷെ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി ആസ് ഓഫ് നൗ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. കാരണം നാട്ടിൽ പോകാൻ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, പേടിയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ ന്യൂസൊക്കെ തുറക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ന്യൂസുകളൊക്കെ ഇറ്റ്സ് വെരി സ്കെയറി, സേഫ്റ്റി ഇഷ്യൂസ്. നമുക്ക് പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴേക്കും അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴൊക്കെ ഒരു ഓട്ടോ എടുത്തിട്ട് എനിക്ക് പോകാൻ ഐ വാസ് കംഫർട്ടബിൾ. ഇന്ന് എനിക്ക് ഇതില്ല, ഐ എം നോട്ട് കംഫർട്ടബിൾ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ പ്രീത പറഞ്ഞതിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടിക്കണ്ട കേട്ടോ. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളും പേടിച്ചിട്ടാണ് വരുന്നത്. കാരണം അമേരിക്ക വന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആകുന്നത് വരെ എല്ലാ ദിവസവും വെടിവെപ്പ്, പോകുന്ന വഴിയില്ല ചേച്ചി വെടിവെച്ച് കൊന്നില്ലെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ നമുക്കും ആ ടൈപ്പ് ഓഫ് ന്യൂസ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ സേഫ്റ്റിയുടെ. എന്നാൽ ഈ ഇടെ ഉണ്ടായ ചില ആനുകാലിക സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിനുള്ളൊരു മറുപടി ഇപ്പോൾ കൊടുക്കാമെന്ന് തോന്നുന്നു. അത് വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ചില ദൃശ്യങ്ങളിലൂടെ അടക്കം നമുക്കതിന് തക്കതായൊരു മറുപടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. ഈ വീഡിയോയിൽ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ചന്നം ഭിന്നം പോകുന്നത് വെടിയുണ്ടയാണ്. പ്രത്യേകിച്ച് നമുക്ക് മറ്റൊരു മറുപടി ഇവിടെ വേണമെന്ന് തോന്നുന്നില്ല. ആ ദൃശ്യം തന്നെ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അതോടൊപ്പം അമേരിക്ക അടക്കമുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ അടുത്ത കാലത്തായി വരുന്ന ചില സംഭവങ്ങൾ, വെടിവയ്പ്പുകൾ, അനിഷ്ട സംഭവങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളമാണ് കുറച്ച് മുന്നിൽ സാമൂഹ്യ സുരക്ഷയിലും മറ്റു സുരക്ഷയിലുമൊക്കെ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കേരളത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ആകസ്മിക സംഭവത്തിൻ്റെ പേരിൽ ഒറ്റയടിക്ക് കണ്ണടച്ച് നമ്മൾ കേരളം സുരക്ഷിതമല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു കാഴ്ചപ്പാടായിരിക്കും നൽകുക. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.